ഓം ശാന്തി. ഞാൻ എൻ്റെ മസ്തകത്തിലേക്ക് ബുദ്ധിരൂപി നേത്രത്തിലൂടെ നോക്കുകയാണ്. ഞാൻ ഒരു മിന്നിത്തിളങ്ങുന്ന രത്നമാണ്. ഞാനൊരു തിളങ്ങുന്ന ആത്മാവാണ്. ഞാൻ അവിനാശി ആത്മാവാണ്. മാസ്റ്റർ സർവശക്തിവാനാണ്. ഞാൻ ഈ സ്മൃതി ഉണ്ടാക്കുന്നു. ഞാൻ ആത്മാവിൻ്റെ പിതാവാരാണ്. സ്വയം സർവശക്തിവാൻ നിരാകാർ ശിവ പരമാത്മാ എൻ്റെ പിതാവാണ്. എൻ്റെ പാരലൗകിക പിതാവിൻ്റെ ദിവ്യരൂപം ഞാൻ സ്മൃതിയിൽ കൊണ്ടുവരുന്നു. ഒരു തേജോമയ അവിനാശി ജ്യോതിബിന്ദു രൂപത്തിൽ ബിന്ദു എങ്കിലും ജ്ഞാനത്തിൻ്റെയും ഗുണങ്ങളുടെയും ശക്തികളുടെയും സിന്ധുവാണ്. ഇപ്പോൾ എൻ്റെ പഠിത്തത്തിൻ്റെ രണ്ടാമത്തെ വിഷയമായ ജ്ഞാനത്തെ ഞാൻ സ്മരിക്കുന്നു. ബാബ എനിക്ക് രചയിതാവിൻ്റെയും രചനയുടെയും ഏത് ജ്ഞാനമാണോ നൽകിയത് അതിൻ്റെയും ഫൗണ്ടേഷൻ സ്മൃതിയാണ്. രചയിത എന്നാൽ സൃഷ്ടി രചയിത. പരമാത്മരചന എന്നാൽ നമ്മൾ ആത്മാക്കളും ഈ സൃഷ്ടിയും. ബാബ എന്നെ സ്മൃതി ചെയ്യിപ്പിക്കുന്നു. എൻ്റെ അനാദി സ്വരൂപം ജ്യോതിബിന്ദുവാണ്. ആദി സ്വരൂപമെന്നാൽ സൃഷ്ടിയുടെ ആദിയിൽ, അതായത് സത്യയുഗത്തിലും ത്രേതായുഗത്തിലും സർവഗുണസമ്പന്ന സമ്പൂർണ്ണ നിർവികാരി ദേവതയാണ്. വർത്തമാന സമയത്ത് ഞാൻ ബ്രാഹ്മണനാണ്. പിന്നീട് ബ്രാഹ്മൺസോ ഫരിസ്ത, ഫരിസ്താസോ ദേവതയാകുന്നു. ബാബ എനിക്ക് സൃഷ്ടിയുടെ ആദി മധ്യ അന്ത്യത്തിൻ്റെ ജ്ഞാനത്തിൻ്റെ ഡ്രാമയുടെ നോളജിൻ്റെ സ്മൃതികൾ ഉണർത്തിയിരിക്കുന്നു. ഇപ്പോൾ മൂന്നാമത്തെ വിഷയമായ ദിവ്യ ഗുണങ്ങളുടെ ധാരണ. ഞാൻ ബ്രാഹ്മണ ആത്മാവിൻ്റെ ദിവ്യ ഗുണങ്ങളാണെന്ന് ബാബ ഓർമ്മിപ്പിക്കുന്നു. എൻ്റെ ദിവ്യ ഗുണങ്ങളുടെ ലിസ്റ്റ് ഞാൻ സ്മൃതിയിൽ കൊണ്ടുവരുന്നു. നാലാമത്തെ വിഷയമാണ് സേവ. ഞാൻ ഓർമ്മിക്കുന്നു ഞാൻ ഏത് സേവയിൽ നിമിത്തമാണ്. എൻ്റെ സ്മൃതിയിലുണ്ട്
ഞാൻ കല്യാണക്കാരി ആത്മാ വിശ്വസേവയിലേക്ക് നിമിത്തമാണ്. ഈ സ്മൃതിയിൽ ഞാൻ സേവയിൽ സഫലത പ്രാപ്തി ചെയ്യുന്നു. ഞാൻ ഓരോ ആത്മാവിനും സ്വയം തൻ്റെയും ബാബയുടെയും സ്മൃതി നൽകുന്നു. ഈ 4 വിഷയങ്ങളുടെയും ഫൗണ്ടേഷനാണ് സ്മൃതി. ബാബ വന്ന് ഫൗണ്ടേഷൻ ശ്രേഷ്ഠമാക്കി എൻ്റെ മുഴുവൻ ജീവിതവും ശ്രേഷ്ഠമാക്കുന്നു. ബാബ നൽകിയിരിക്കുന്ന ശ്രേഷ്ഠ സമ്മാനത്തെ ഞാൻ സ്മൃതിയിൽ ഉണർത്തുന്നു. ഞാൻ മാസ്റ്റർ സർവശക്തിവാനാണ്. ഈ ശ്രേഷ്ഠ സമ്മാനത്തിൻ്റെ സ്മൃതിയിൽ ഞാൻ സമർത്ഥമാകുന്നു, ശ്രേഷ്ഠമാകുന്നു, സമ്പന്നമാകുന്നു. ബാബ സംഗമയുഗത്തിൽ ഏതെല്ലാം സ്മൃതികളാണോ നൽകിയിട്ടുള്ളത് അവയെ സ്മരിച്ച് ഞാൻ സദാ സന്തോഷത്തിലിരിക്കുന്നു. ഈ ജന്മത്തിൽ എന്തെല്ലാം പാപങ്ങളാണോ ഉണ്ടായിട്ടുള്ളത് അതെല്ലാം ഞാൻ അവിനാശി സർജന്റെ മുമ്പിൽ വയ്ക്കുന്നു. ബാക്കി ശിരസിലുള്ള പാപഭാരത്തെ ഇല്ലാതാക്കുന്നതിനായി ഓർമ്മയുടെ യാത്രയിലിരിക്കുന്നു. പാപം നശിക്കുമ്പോൾ സന്തോഷമുണ്ടാകും. ബാബയുടെ ഓർമ്മയിലൂടെ ആത്മാവ് സതോ പ്രധാനമാകുന്നു. എൻ്റെ 84 ജന്മങ്ങളുടെയും വൃക്ഷത്തിൻ്റെയും സ്മൃതി ഉണർന്നു കഴിഞ്ഞു. മുഴുവൻ സൃഷ്ടിചക്രത്തിൻ്റെയും ജ്ഞാനം എന്നിലുണ്ട്. ഇതിനെ ജ്ഞാനവിജ്ഞാനമെന്ന് പറയുന്നു. ഇപ്പോൾ എന്നെ ടീച്ചർ പഠിപ്പിക്കുകയാണ്. പഠിച്ച് എനിക്ക് രാജ്യഭാഗ്യം ലഭിക്കുന്നു. ഇപ്പോൾ എന്തെല്ലാം കാര്യങ്ങളാണ് സ്മൃതിയിൽ വന്നത് അതിനെയെല്ലാം ഞാൻ സ്മരിച്ചുകൊണ്ടിരിക്കുന്നു. ഇതിനെയാണ് ബാബ സ്വദർശന ചക്രമെന്ന് പറയുന്നത്. ഓരോ ആത്മാക്കൾക്കും അവരവരുടേതായ പാർട്ട് ലഭിച്ചിട്ടുണ്ട്. ബാബ എന്തെല്ലാമാണോ സ്മൃതി ഉണർത്തി തന്നത് അത് മറ്റുള്ളവർക്കും സ്മൃതി ഉണർത്തി കൊടുക്കുകയാണെങ്കിൽ ഉയർന്ന പദവി പ്രാപ്തമാകുന്നു. എത്രത്തോളം യോഗത്തിലിരിക്കുന്നുവോ അത്രയും പാപം ഭസ്മമാകുന്നു, സന്തോഷമുണ്ടാകുന്നു. ബാബ പറയുന്നു, സ്വദർശന ചക്രധാരി കുട്ടികളുടെ അലങ്കാരങ്ങളെല്ലാം എൻ്റേതാണ്. ഞാൻ കമല പുഷ്പസമാനം ജീവിക്കുന്നു. ഈ ജന്മത്തിൽ ചെയ്ത പാപങ്ങളെല്ലാം ഞാൻ അവിനാശി സർജന്റെ മുന്നിൽ വെച്ച് ഭാരരഹിതമാകുന്നു. ബാക്കി ശിരസിലുള്ള ജന്മജന്മാന്തരങ്ങളിലെ പാപഭാരം ഇല്ലാതാക്കുന്നതിനു വേണ്ടി ഞാൻ യോഗത്തിലിരിക്കുന്നു. യോഗത്തിലൂടെ പാപം നശിക്കുന്നു. ഞാൻ സന്തോഷത്തോടെ ഇരിക്കുന്നു. ഞാൻ പരിധിയില്ലാത്ത അച്ഛനിൽ നിന്നും ഉയർന്നതിലും ഉയർന്ന സമ്പത്ത് നേടുന്നു. ബാബയോട് അടുത്ത്
ധാരാളം പേർ വന്ന് മന്മനാഭവ എന്ന മഹാമന്ത്രം മനസ്സിലാക്കുന്നു. ഇതിൻ്റെ അർത്ഥമാണ് സ്വയം ആത്മാവാണെന്ന് മനസ്സിലാക്കി ബാബയെ ഓർമ്മിക്കൂ. വിവിധ ധർമ്മങ്ങളടങ്ങുന്ന കൽപ്പവൃക്ഷത്തിൻ്റെ സ്മൃതിയും ബാബ നൽകുന്നു. ബാബ എപ്പോൾ ജ്ഞാനം നൽകുന്നു, അതെപ്പോൾ പൂർത്തിയാകുന്നു, സർവകാര്യങ്ങളും എൻ്റെ സ്മൃതിയിലുണ്ട്. എനിക്ക് രചനയുടെ ആദി മധ്യ അന്ത്യത്തിൻ്റെയും ഭക്തിയുടെയും സ്മൃതിയുണ്ട്. അരകൽപ്പത്തോളം ഭക്തി ചെയ്ത് ഞാൻ താഴേക്ക് വന്നു. ജ്ഞാനത്തെക്കുറിച്ചും ഭക്തിയെക്കുറിച്ചും സ്മൃതി ഉണർന്നു കഴിഞ്ഞു. മുഴുവൻ ഡ്രാമയെയും നമ്പർ വൈസ് പുരുഷാർത്ഥമനുസരിച്ച് മനസ്സിലാക്കി കഴിഞ്ഞു. എന്നെ പാവനമാക്കാൻ ബാബ എത്രയാണ് പരിശ്രമിക്കുന്നത്. അതിനാൽ എനിക്ക് സമർപ്പണമാകണം, ബലിയർപ്പണമാകണം. ഈ മഹിമ ഞാൻ പാടുന്നു. ഞാൻ ബ്രഹ്മബാബയാകുന്ന മാതൃകയെ അനുകരിക്കുന്നു. രാവണ രാജ്യം എപ്പോൾ ആരംഭിച്ചു എന്നും രചയിതാവിനെയും രചനയുടെ രഹസ്യത്തെക്കുറിച്ചും ഞാൻ മനസ്സിലാക്കി. ഇപ്പോൾ ബാബ പറയുകയാണ്, കുട്ടികളെ, എന്നെ മാത്രം ഓർമ്മിക്കൂ, എങ്കിൽ പാപം നശിക്കും. ഞാൻ മറ്റാത്മാക്കൾക്കും പരസ്പരം ഈ മുന്നറിയിപ്പ് നൽകിക്കൊണ്ടിരിക്കുന്നു. ഈ ശ്മശാനം ഇപ്പോൾ വീണ്ടും സ്വർഗമായി തീരുകയാണ്. അവിടെ വജ്രവൈഡൂര്യങ്ങളുടെ കൊട്ടാരമുണ്ടാകുന്നു. ബാബ കൽപ്പത്തിലെ സംഗമയുഗത്തിൽ വരുന്നു. ഈ ചക്രം വീണ്ടും ആവർത്തിക്കുന്നു. ബാബ എന്നിൽ എല്ലാ സ്മൃതിയും ഉണർത്തി തന്നു. ഈ സ്മൃതിയുടെ ലഹരിയിൽ ഞാൻ മറ്റുള്ളവർക്കും മനസ്സിലാക്കി കൊടുക്കുന്നു. ഈ ശരീരസഹിതം സർവ്വതും നശിക്കാനുള്ളതാണ്. അതിനു മുമ്പായി ജീവിച്ചിരിക്കെ മരിക്കണം. അന്തിമ സമയത്ത് ഒന്നും തന്നെ ഓർമ്മ വരരുത്. ഞാൻ ബാബയുടെ വരദാനത്തിൻ്റെ സ്വരൂപമാകുന്നു. ബാബയുടെ വരദാനമാണ് വിശേഷതകളുടെ സംസ്കാരത്തെ സ്വാഭാവിക സംസ്കാരമാക്കുകയും സാധാരണതയെ സമാപ്തമാക്കുകയും ചെയ്യുന്ന മറുജീവയായി ഭവിക്കട്ടെ. ഇപ്പോൾ ഞാൻ പുതിയ ജന്മമെടുത്തിരിക്കുകയാണ്. അതിനാൽ പുതിയ ജന്മത്തിൻ്റെ സ്വഭാവം വിശേഷതകൾ നിറഞ്ഞതാണ്, സാധാരണമല്ല. റോയലായവർ സദാ രത്നങ്ങൾ കൊണ്ട് കളിക്കുന്നവരാണ്, അല്ലാതെ കല്ലുകൾ കൊണ്ട് കളിക്കുന്നവരല്ല. ഓം ശാന്തി.